പ്രചാരണം അവസാന ലാപ്പിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷവും നിലമ്പൂരിൽ ചർച്ചയാകുന്നു. മുഖ്യമന്ത്രിയുടെ ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഭരണപരാജയം ചർച്ചയാകാതിരിക്കാനാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. എന്നാൽ പ്രതിപക്ഷ നേതാവ് വിവരക്കേട് പറയുകയാണെന്നും CPM-ന് എല്ലാ കാലത്തും യുദ്ധവിരുദ്ധ നിലപാടാണെന്നും സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തിരിച്ചടിച്ചു. ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. എന്നാൽ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചതോടെ പലസ്തീനും ഇറാനുമൊക്കെ നിലമ്പൂരിലും ചർച്ചയാണ്. തെരഞ്ഞെടുപ്പ് ഇതൊന്നും ചർച്ച ചെയ്യുന്നു. അതിനുവേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വന്നപ്പോ പലസ്തീൻ ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നവരെ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിലമ്പൂരി വന്നിട്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞത്. എന്നാൽ സതീശന്റെ ആരോപണത്തിന് കടുത്ത വിമർശനവുമായി CPM നേതാക്കൾ രംഗത്തു വന്നു. ഇതുപോലെ വിവരക്കേട് പറയുന്ന വി.ഡി. സതീശൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവെന്ന് M.V. ഗോവിന്ദൻ. ഇത്ര വിവരക്കേട് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. എന്തും പറയാ, യാതൊരു മടിയുമില്ല. പശ്ചിമേഷ്യൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ലോക പട്ടാളമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇറാനെതിരായിട്ട് കടന്നാക്രമണം നടത്തിയതിന് എന്ത് ന്യായീകരണമുള്ളത്? ഒരു ന്യായീകരണമില്ല. രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് കൊള്ളയടിക്കാൻ അവകാശമുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സാമ്രാജ്യത്തിന്റെ പരിപൂർണ പിന്തുണയോടുകൂടി ഇസ്രയേലി കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ രീതികൾ വെച്ച് മറ്റുള്ളവരെ അളക്കരുതെന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനത്തിന് M. സ്വരാജിന്റെ മറുപടി. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന് കരുതിയോ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനോ അല്ല യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നത്. അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിനെതിരായ നവമാധ്യമങ്ങൾ ഞാൻ നടത്തിയൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ആ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പില്ല. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന സൂചന പോലുമില്ല. 2023-ലാണത്. അത് ഏത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ കാലത്തും ഇസ്രായേലിൽ നടത്തുന്ന, ഇസ്രായേൽ എന്നല്ല ലോകത്തിലെ ഏത് രാജ്യവും മറ്റൊരു ജനതയുടെ മേൽ നടത്തുന്ന കായികാക്രമണങ്ങളെ, സൈനിക അധിനിവേശങ്ങളെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യസ്നേഹികളും എതിർത്തിട്ടുണ്ട്. എന്നാൽ ആരോപണം വി.ഡി. സതീശൻ ആവർത്തിച്ചു. നിലമ്പൂരിലെ വിഷയം പശ്ചിമേഷ്യയല്ല. നിലമ്പൂരിലെ ഈ പാവങ്ങളുടെ വിഷയം ചർച്ച ചെയ്യാതെ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം, അതല്ല ഇവിടുത്തെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിഷയം. ഈ മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ നിലമ്പൂർ ഇലക്ഷൻ വരെ പാലസ്തീന്ന് നാവിന്ന് വന്നിട്ടുണ്ട്. നാവിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇസ്രായേൽ പ്രശ്നത്തിൽ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്ന് പ്രതികരിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വിവാദത്തിൽ കക്ഷിയായി. കോൺഗ്രസ് യുദ്ധത്തിനെതിരാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ആ ഭാഗത്ത് ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. യുദ്ധത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഇറാനുമേലുള്ള ഇസ്രായേൽ നടപടിയിൽ ഇന്ത്യയും ലോകരാഷ്ട്രങ്ങളും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനത്തെ വളരെ ശക്തമായ ഭാഷയിൽ അപലപിക്കുകയും ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ ഗവൺമെന്റും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ലോകം ഒരു യുദ്ധ ഭീഷണിയുടെ വക്കീലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ന്യൂസ് 18 നിലമ്പൂർ.